ഇത് മാരുതിയുടെ ഈക്കോ എന്ന് പറയുന്ന മോഡലാണ്. ഇതിൻ്റെ ഓയിൽ ചേഞ്ചാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ട ബോക്സ് പാനൽ എടുക്കുക. ഇതൊക്കെ ഒരു 16 കിലോമീറ്റർ കൂടുതൽ ഓടിയിട്ടുള്ള ഓയിലുകളാണ്. മാക്സിമം ഒരു 8000, അതിൽ കൂടുതലൊന്നും ഓയിൽ ചേഞ്ച് ചെയ്ത് ഓടരുത്. ഇത് 16 ഓടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ സ്ട്രെയിനർ ബ്ലോക്ക് ആവും. പിന്നെ ഓയിൽ സർക്കുലേഷൻ നടക്കാതെ അത് എൻജിൻ പണി വരെ വരും. ഇത് പുതിയ ഓയിൽ ഫിൽറ്ററാണ്. ഇത് പിടിപ്പിക്കുമ്പോൾ ഈ വാഷയിൽ ഇച്ചിരി ഓയിലും കൂടെ തൂത്തിട്ട് വേണം പിടിപ്പിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വാഷർ ഡാമേജ് ആവും. അതുവഴി ഓയിൽ ലീക്ക് ഉണ്ടാവും. ഇപ്പം ഒരു കിലോ ടൈറ്റ്, അതാണ് പറയുന്നത്. നമുക്ക് കൈ കൊണ്ട് പിടിച്ച് മുറിക്കാൻ മതി. 1 പൗണ്ട് ടൈറ്റാണ് ഇതിന് പറയുന്നത്. ഇത്ര മതി. ഇതാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്ന എൻജിൻ ഓയിൽ. ഇത് 5W30 ആണ്. പെട്രോൾ വണ്ടിക്ക് 5W30, പിന്നെ 20W50 ആണ് വരുന്നത്. അത് ഫുള്ളി സിന്തറ്റിക്കാണ്. 3.5 ലിറ്ററിൻ്റെ വില എന്ന് പറയുന്നത് 2220 ആണ്. അപ്പോൾ ഇതാണ് ഈ വണ്ടി കഴിക്കാൻ പോകുന്നത്. അതിനുശേഷം ഈ സീറ്റ് തുറക്കുക. സീറ്റിൻ്റെ അടിയിലായിട്ട് ഒരു ലോക്കുണ്ട്. അത് ലോക്ക് മേലോട്ട് വെച്ച് വേണമെന്നുണ്ടെങ്കിൽ ലോക്ക് ഓപ്പൺ ചെയ്തു. അതുപോലെ തന്നെ അപ്പുറത്തുമുണ്ട്. വലിക്കുകയാണെങ്കിൽ അങ്ങനെ വരും. ഇത് നീര് സെറ്റ് ഉണ്ടാക്കി വെക്കുക. പിന്നെ ഇവിടെ ആയിട്ടൊരു ഇതുണ്ട്. അതിവിടെ വലിക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് ഇച്ചിരി കൂടെ അങ്ങോട്ട് പോകും. ഇത് ഈ ക്യാപ്പ് തുറക്കുക. ശേഷം ചോപ്പ് വെച്ചിട്ട് ഇതിന് 4.5 ലിറ്റർ ഓയിൽ വരുന്നത്. ഇങ്ങനെ ഒഴിക്കരുത്. ഇങ്ങനെ ഒഴിക്കാൻ നേരത്തെ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ 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 ചടിച്ചടിക്കും. അതിന് പകരം ഇങ്ങനെ ക്യാൻ ചരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ ഒഴിക്കണം. ഒഴിക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒരു വീഴും. ഇതാണ് എൻ്റെ ഓയിൽ ലെവൽ നോക്കുന്ന സ്റ്റിക്ക്. ഊരി എടുക്കുക. നല്ലോണം തുടയ്ക്കുക. തുടച്ചതിന് ശേഷം
ഇട്ട് നോക്കിയിട്ട് എടുത്ത് നോക്കുക. ഏകദേശം നമ്മുടെ ഇതിൻ്റെ പകുതി വരെ ആയിട്ടുള്ളൂ. ഇതാണ് ഫുൾ ലെവൽ, ഇത് മിനിമം ലെവൽ. ഇപ്പം ഏകദേശം ഇതിൻ്റെ പകുതി വരെ ആയിട്ടുള്ളൂ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് 3.5 ലിറ്റർ ഓയിലേ ഒഴിച്ചിട്ടുള്ളൂ. നമുക്ക് ഫുൾ ലെവൽ ആകണമെങ്കിൽ ബാക്കി ഓയിൽ ഒഴിച്ചിട്ട് നോക്കാം. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനിയിപ്പോൾ നമുക്ക് ലെവൽ നോക്കാം. ഇതിപ്പം മിനിമം വരെ ഉള്ളു. സ്റ്റാർട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുന്നതാണ്. നമ്മൾ 3.5 ലിറ്റർ ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ. ഇനിയിപ്പം 1 ലിറ്റർ ഓയിൽ ഒഴിച്ചാൽ ഇത് കറക്റ്റ് ലെവലാകത്തുള്ളൂ. ഈ കോയ്ക്ക് 4.5 ലിറ്റർ ഓയിലാണ് വരുന്നത്. ഇനി ബാക്കി ഓയിൽ കൂടെ ഒഴിച്ചിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഓയിൽ ബാക്കി 1 ലിറ്റർ കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ലെവലായോ നമുക്ക് ചെക്ക് ചെയ്യാം. ലെവലായിട്ടുണ്ട്. കറക്റ്റ് മാക്സിമത്തിൻ്റെ കറക്റ്റ് ലെവൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഓയിൽ ചേഞ്ച് കഴിഞ്ഞു. താങ്ക് യു.